കേരള ഇൻ കോണ്ടെക്സ്റ്റ് എന്നുള്ള പേപ്പറിലെ മൊഡ്യൂൾ 3 ഒരു പോഡ്കാസ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാളവിക ബെന്നിയുടെയും രേഖ രാജിൻ്റെയും റീതിങ്കിങ് കേരളീയത, ക്ലോതിങ് ആൻഡ് ദി പൊളിറ്റിക്സ് ഓഫ് ദ ബോഡി. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അല എന്നുള്ള ഒരു ഒരു ഓൺലൈൻ സ്കോളേഴ്സ് ഗ്രൂപ്പിൻ്റെ ഒരു പോഡ്കാസ്റ്റാണ്. അതായത് നമ്മുടെ കേരള സ്റ്റഡീസിനെ കുറിച്ച്, നമ്മുടെ കേരളത്തിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോഡ്കാസ്റ്റ് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്കോളേഴ്സ് മീറ്റിംഗ് പോയിൻ്റാണ് ഈ ഒരു അല എന്ന് പറയുന്ന ഈ ഒരു പോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഒരു പേജ് എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു പോഡ്കാസ്റ്റാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അവർ മാളവിക ബെന്നിയുമായിട്ടും രേഖ രാജുവായിട്ടും നടത്തിയ ഒരു പോഡ്കാസ്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് മാളവിക ബെന്നി എന്നുള്ളത്, രേഖ രാജ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാളവിക ബെന്നി ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ആൻഡ് രേഖ രാജ് എന്ന് പറയുന്ന ഒരു ദളിത് ഫെമിനിസ്റ്റ് സ്കോളർ ആക്ടിവിസ്റ്റാണ് കേരളത്തിൽ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ആ ഒരു കോൺവെർസേഷൻ പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള സിലബസിൽ കൊടുത്തിരിക്കുന്ന പ്രൊവൈഡഡ് ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ആ പേജിലോട്ട് പോകാം പോഡ്കാസ്റ്റിംഗ് പേജിലോട്ട് ചെല്ലും. അവിടെ അതിൻ്റെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഓഡിയോ മീൻസ് വഴി കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിനെ ട്രാൻസ്ക്രിപ്ഷൻ കാണുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. ഇംഗ്ലീഷിൽ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ, ഓരോരുത്തരുടെയും കോൺവെർസേഷൻ നമുക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, വായിക്കുകയും ചെയ്യാം. അപ്പം ഇതിനകത്ത് ഈ ഒരു എസ്സേക്കകത്ത് ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് എങ്ങനെയാണ് ക്ലോതിങ്ങും ബോഡിയുമായിട്ട് റിലേറ്റഡ് ആവുന്നത്, എസ്പെഷ്യലി ഇൻ കേരള കോണ്ടെക്സ്റ്റ്. കേരളത്തിൻ്റെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ബോഡിയും ക്ലോതിങ്ങും തമ്മിൽ കണക്റ്റഡ് ആവുന്നത്, ആ ഒരു കണക്ഷൻ എന്താണ് എന്നുള്ളതാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പോഡ്കാസ്റ്റിനകത്ത്. ഇപ്പോൾ പോഡ്കാസ്റ്റർ ഒരു ശില്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ആങ്കറാണ്. അപ്പോൾ അവർ ഈ രണ്ട് വ്യക്തികളുമായിട്ട്, മാളവിക ബെന്നിയുമായിട്ട് രേഖ രാജിൻ്റെ അടുത്തും അവരുടെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. അവരവരുടെ എക്സ്പീരിയൻസസ് പ്ലസ് ഹിസ്റ്ററിയും ട്രഡീഷണൽ ആയിട്ടുള്ള വ്യൂസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ക്ലോതിങ് ആൻഡ് ബോഡിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. സോ നമുക്കിതിൻ്റെ ഒരു പാരഗ്രാഫ് വൈസ് സമ്മറി പോലെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ക്ലോത്ത്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതെന്ന് വെച്ചാൽ, ക്ലോത്ത്സ് എന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റൈൽ മാത്രമല്ല, നമ്മളെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിക്ക് മുന്നിൽ, സൊസൈറ്റി നമ്മളെ ക്ലോതിങ് വെച്ചിട്ട് എങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു, എസ്പെഷ്യലി ഇൻ കേരള, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോത്ത്സും ബോഡിയും തമ്മിൽ ഒരു നല്ല വയലൻ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സുകൾ തന്നെ കേരള ഹിസ്റ്ററിയിൽ നടന്നിട്ടുണ്ട്. അതായത് ലോവർ കാസ്റ്റ് ആളുകൾക്ക് ക്ലാസിൻ്റെ കാര്യത്തിലും കാസ്റ്റിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രം എ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ കാസ്റ്റ് ആളുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എബവ് ദ വേസ്റ്റ് കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലോതിങ് ഒന്നും ഇടാൻ സാധിക്കില്ലായിരുന്നു പണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റ് ടാക്സ് എന്നും പറഞ്ഞ, മുലക്കരം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കൂടി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് പല ധീരവനിതകളും മുന്നോട്ട് വന്നിട്ട്, അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു, ധീരവനിതകൾ മുന്നോട്ട് വന്നിട്ട് നിർത്തലാക്കിയ ഒരു കാര്യമാണ് ഈ ബ്രസ്റ്റ് ടാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ക്ലാസിൻ്റെയും കാസ്റ്റിൻ്റെയും ഇഷ്യൂസ് എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത് കേരള ഹിസ്റ്ററിയിൽ നമ്മളെടുത്ത് നോക്കിയാൽ. അപ്പോൾ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ക്ലോതിങ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിന് വരെ കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിക്വാളിറ്റിക്കെതിരെ ഈ പ്രൊട്ടസ്റ്റും ചെയ്തിട്ടുണ്ട്. ഈ ബ്രസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ നിർത്തലാക്കാൻ വേണ്ടി ഒരു സ്ത്രീ അവരുടെ ബ്രസ്റ്റ് കട്ട് ചെയ്ത് ടാക്സ് പിരിക്കാൻ വന്നവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇനിക്വാളിറ്റിക്കെതിരെയൊക്കെ ഉള്ള പ്രൊട്ടസ്റ്റുകൾ എങ്ങനെയൊക്കെയായിരുന്നു, സൊസൈറ്റിയിൽ ഈ ക്ലോതിങ്ങിൻ്റെ കാര്യം വെച്ചിട്ട് എങ്ങനെ മാറ്റങ്ങളൊക്കെ കേരളത്തിൽ വന്ന് സംഭവിച്ചു, ഇതൊക്കെയാണ് നമ്മൾ രേഖ രാജുവായിട്ട് മാളവിക ബെന്നിയുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിലൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ഈ ഒരു പ്രസൻറ്റർ, അതായത് പോഡ്കാസ്റ്റർ പറയുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു മാളവികയായിരുന്നു. മാളവിക. അപ്പോൾ മാളവികയുടെ അടുത്ത് ചോദിക്കുവാണ്, ക്ലോതിങ്, ഹിസ്റ്ററി ഓഫ് ക്ലോതിങ് ഇൻ കേരള നമ്മൾ എടുത്ത് എക്സാമിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ മാളവിക ബെന്നി എന്ന് പറഞ്ഞവർ കുയിലി എന്നുള്ളൊരു ദളിത് വുമൺ വാരിയർ, ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ദളിത് വുമൺ വാരിയറാണ് അവർ. അപ്പം അവരുടെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തിട്ടിട്ട് നമ്മുടെ ശില്പ എന്നുള്ള പോഡ്കാസ്റ്റ് ചോദിക്കുവാണ്. അപ്പോൾ അവരെ പോലുള്ള സ്ത്രീകൾ നമ്മുടെ കേരളത്തിലായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സ്ത്രീ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ക്ലോതിങ് ഹിസ്റ്ററി നമ്മളോട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചോദിക്കുവാണ്. അപ്പോൾ മാളവികയുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത്സ് വെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ഇത് കാണിക്കാൻ വേണ്ടിയാണ്, എസ്പെഷ്യലി ഇൻ കേരള.
കേരളത്തിൽ ക്ലോതിങ്ങിൻ്റെ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു പണ്ട്. ആൻഡ് അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ പണ്ടത്തെ കാലത്തെ ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. ഈവൻ ബോഡി ആക്സസറീസ് ആയിട്ടുള്ള ടാറ്റൂസ് ആണെങ്കിലും നമ്മുടെ മാലകൾ, സ്റ്റോൺ നെക്ലസസ് ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ കാസ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അല്ലാതെ വെറുതെ നമ്മുടെ കേരള ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുമ്പം വെറുതെ നമ്മുടെ ദേഹം മറയ്ക്കാനുള്ളൊരു തുണി മാത്രമല്ല ക്ലോതിങ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് റിലേറ്റഡ്, ഇറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്ലോസ്ലി കണക്റ്റഡ് ടു കാസ്റ്റ്, പവർ, ക്ലാസ് ആൻഡ് ജെൻഡർ. ആളുകളുടെ അടുത്ത് ഇത് വേറെ ചെയ്യരുത്, ഇത് ധരിക്കാൻ പാടില്ല, അത് റെസിസ്റ്റ് ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യും, അവർ നല്ല രീതിയിൽ വയലൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമായിരുന്നു. ടാറ്റൂസിനും ജുവലറി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കല്ലുമാല, സ്റ്റോൺ നെക്ലസ്, അത് ഈ ട്രൈബൽ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇത് കൂടുതലും ധരിച്ചിരുന്നത്. അതിന് പോലും കാസ്റ്റ് ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. അതായത് ലോ കാസ്റ്റിലുള്ള ആളുകളും കല്ലുമാല അവർക്ക് സ്റ്റോൺ നെക്ലസ് എന്ന് പറയുമ്പം ഡയമണ്ടൊക്കെ എടുത്തിട്ട് നടക്കാൻ പറ്റുമില്ല, സ്വർണ്ണം നടത്തിട്ട് നടക്കാൻ പറ്റുമില്ല. അതിനുള്ള പാങ്ങില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും, കല്ലൊക്കെ വെച്ചിട്ടുള്ള മാലയൊക്കെ ആയിരുന്നു അവരിടുന്നത്. സോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാ പറയുന്നത്, അപ്പം ആ ഐഡൻറ്റിറ്റി കല്ലുമാല എന്നുള്ളത് ഇന്ന ആളുകളാണ് വേറെ ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടോ, അതുമായിട്ട് കണക്റ്റഡായി, കാസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ട് അങ്ങ് കണക്റ്റഡായി അപ്പോഴേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ മാളവിക ബെന്നി ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്, സാർട്ടോറിയാലിറ്റി എന്ന് പറഞ്ഞു. സാർട്ടോറിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കേരളത്തിലെ ക്ലോതിങ് ഹിസ്റ്ററിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിലെ ഈ ഒരു ക്ലോതിങ് ഹിസ്റ്ററി നമ്മൾ ഒറ്റ പേരിട്ടാണ് വിളിക്കുന്നത്, സാർട്ടോറിയാലിറ്റി എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ക്ലോത്ത്സും ബോഡിയും സൊസൈറ്റിയുടെ റൂൾസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആ ഒരു കണ്ടീഷനായിരുന്നു നമുക്ക് കേരളത്തിൽ പണ്ടുണ്ടായിരുന്നത്. പണ്ടല്ല, ഇപ്പോഴും അത് തന്നെയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. സാർട്ടോറിയാലിറ്റി എന്നുള്ള കണ്ടീഷനായിരുന്നു. അതായത് ക്ലോത്ത്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബോഡി എങ്ങനെയാണ് സൊസൈറ്റിയുടെ റൂൾസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇന്ന ആളുകൾ ഇന്നതേ ധരിക്കാവൂ, ഇന്ന ആളുകൾക്ക് ഇത് ധരിക്കാൻ പാടില്ല. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ കാസ്റ്റ് വിമൻ വെയർ നോട്ട് അലൗഡ് ടു കവർ ദ ബോഡി പാർട്സ് എബവ് ദ വേസ്റ്റിന് മുകളിലോട്ട്, അതായത് വയറിന് മുകളിലോട്ടുള്ള ഭാഗം മറയ്ക്കാൻ ഇതില്ലായിരുന്നു. ഇത് എന്താണ്, അവർക്ക് അനുവാദം ഇല്ലായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ, അപ്പോൾ ഇത് മറയ്ക്കാതെ നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി എന്തുമായിരിക്കും അവർക്കൊരു ടാഗ് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷീ ഈസ് ഫ്രം എവിടാണ്, അല്ലെങ്കിൽ ഷീ ഈസ് ഫ്രം ലോ കാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ക്ലോതിങ്ങും ബോഡിയുമായിട്ട് സൊസൈറ്റിയുടെ റൂൾസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ സാർട്ടോറിയാലിറ്റി എന്നുള്ള ടേം വെച്ച് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ് എഗോ ഇൻ ദ സംഘം പീരീഡ്, അതായത് നമ്മുടെ ആ തമിഴകം പീരീഡിൻ്റെ സമയത്ത് ക്ലോതിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് മാത്രമല്ലായിരുന്നു. അതായത് ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സന്യാസിമാരൊക്കെ പ്ലെയിൻ ക്ലോത്ത്സ് ആയിരുന്നു ആ സമയത്ത് ധരിച്ചുകൊണ്ടിരുന്നത്. അത് മോഡസ്റ്റിയെ കാണിക്കാൻ വേണ്ടിയാണ്, അതായത് അവർക്ക് സിമ്പിൾ ലൈഫ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി സന്യാസിമാർ ആ സമയത്തൊക്കെ പ്ലെയിൻ ക്ലോത്ത്സാണ് ധരിച്ചുകൊണ്ടിരുന്നത്. സോ അവർക്കൊന്നും ഡ്രസ് കോഡൊന്നും സ്ട്രിക്റ്റ് അല്ലായിരുന്നു ആ സമയത്ത്. ഈ തമിഴകം പീരീഡ് അല്ലെങ്കിൽ ഒരു സംഘം പീരീഡിൻ്റെ സമയത്ത് ആ ഒരു ടൈമിലെന്ന് പറയുന്നത്, ആ ഒരു ടൈം പീരീഡിൽ, അതായത് 3rd century BCE to 3rd century CE എന്നൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ക്ലോത്ത്സ് എന്ന് പറയുന്നത് കാസ്റ്റിനെ കാണിക്കുന്ന കാര്യമല്ലായിരുന്നു. കാരണം സന്യാസിമാർ പോലും പ്ലെയിൻ ക്ലോത്ത്സ് ആണ് ധരിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കാസ്റ്റ് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? ഇല്ല. കാരണം അവരുടെ സിമ്പിൾ ലൈഫിനെ കാണിക്കാൻ വേണ്ടി അവർ ഭയങ്കര സാധാ ക്ലോത്ത്സ് ആയിരുന്നു വെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സ്ട്രിക്റ്റ് ഡ്രസ് കോഡ്സ് ഒന്നും ആ സമയത്തില്ലായിരുന്നു. ഇന്ന ഇന്നത് ധരിക്കണം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതായത് ബ്രൈറ്റ് ആയിട്ടും ഡിവൈൻ ആയിട്ടും ഒന്നും ഇവർ ധരിക്കത്തില്ലല്ലോ. എന്തായാലും ഹോളി പീപ്പിൾ ആകുമ്പോൾ സിമ്പിൾ ക്ലോത്ത്സ് അല്ലേ ധരിക്കത്തുള്ളൂ. ബുദ്ധിസ്റ്റ് മങ്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ക്ലോതിങ്ങേ ഇടത്തുള്ളൂ. സോ അവിടെ ആ സമയത്ത് ക്ലോതിങ്ങും ഇതൊന്നും വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ മെഡിവൽ കേരള ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും കാസ്റ്റൊക്കെ ഭയങ്കര സെൻട്രലായിട്ട് മാറുന്നു. ആര്യനൈസേഷനൊക്കെ ഹാപ്പൻ ചെയ്യുന്നു. അതായത് ബ്രാഹ്മിൺസിൻ്റെ വരവൊക്കെ വരുന്നു. അങ്ങനെ കാസ്റ്റിൻ്റെ ഹൈറാർക്കിയൊക്കെ ക്രിയേറ്റഡ് ആവുന്നു. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, അങ്ങനെ പോകുന്നു. വൈശ്യാസ്, ശൂദ്രാസ്, അങ്ങനെയുള്ള കാസ്റ്റ് ഹൈറാർക്കിയൊക്കെ വരുന്നു. അപ്പോൾ ക്ലോതിങ് റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നു. പിന്നെന്താണ്, ലാൻഡ് ടെനൻറ്റ് സിസ്റ്റം ഒക്കെ വരുവാണ്. അതായത് ജന്മി കുടിയാൻ സിസ്റ്റം ഒക്കെ വരുന്നു. ജന്മികൾ അവരുടെ ലാൻഡ് ടെനൻസിന് കൊടുക്കുന്നു. അവർ കൃഷി ചെയ്തിട്ടുണ്ടാവുന്നതിൻ്റെ പകുതി പ്രോഫിറ്റ് ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ലാൻഡിൻ്റെ ഗ്രാൻഡ്സ് ഒക്കെ വരുവാണ്. ക്ലോത്ത്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. ഹൈ കാസ്റ്റ് പീപ്പിളിന് സംടൈംസ് ക്ലോത്ത്സ് ലോ കാസ്റ്റ് പീപ്പിളിന് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഓൾഡ് ക്ലോത്ത്സ് ശരിയാണ്, നമ്മൾ ഈ പഴകിയ വസ്ത്രങ്ങളൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് വർക്കേഴ്സിന്, നമ്മുടെ വീട്ടിൽ വരുന്നവർക്കോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കോ ഒക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. പുതിയ വസ്ത്രങ്ങൾ നമ്മൾ മേടിച്ച് കൊടുക്കാറില്ല. മിക്കവാറും ഉള്ളവരൊക്കെ എന്ത് ചെയ്യും, പഴകിയ ഡ്രസ്സുകളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ മെഡിവൽ കേരളയിൽ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിനനുസരിച്ചായിരുന്നു ആളുകളെല്ലാം ഡ്രസ്സിങ്. റിച്ച് പീപ്പിൾ ഓൾഡ് ക്ലോത്ത്സ് ആണ് പുവർ പീപ്പിളിന് കൊടുക്കുന്നത്. അതൊരു പവർ ഓഫ് സൈൻ ആണ്. അതായത് സൈൻ ഓഫ് പവർ ആണ്. അവരുടെ ആ ഒരു പവർ ഡോമിനേഷൻ ആണ് അത് കാണിക്കുന്നത്. ഇത് സ്റ്റിൽ ഹാപ്പൻസ് ടുഡേ എന്ന് പറയുവാണ്.
വീണ്ടും മാളവിക പറയുന്നതെന്ന് വെച്ചാൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് കുയിലി എന്നുള്ള ആ ഒരു സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം മാളവിക ബെന്നിയും അർച്ചന എന്ന് പറഞ്ഞ ഒരു ഇല്ലസ്ട്രേറ്ററും കൂടി കുയിലി എന്നുള്ള ഒരു സ്ത്രീയെ വെച്ചിട്ട്, കുയിലി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്, അപ്പോൾ അവരുടെ ആ ഒരു കുയിലിയെ വെച്ചിട്ട് ഒരു പിന്നെ ക്ലോതിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുവാണ്. അതായത് കുയിലി ഒരു റിയൽ വാരിയർ ആണെന്നും അവർ സാരി ഉടുത്തിരുന്നില്ല, ബിക്കോസ് സാരി ആ സമയത്ത് അവരുടെ സമയത്ത് ഉണ്ടായിരുന്നില്ല. അവർ ബാറ്റിലൊക്കെ പങ്കെടുത്തൊരു സ്ത്രീ ആയിരുന്നു, ഒരു കൈൻഡ് ഓഫ് വാരിയർ വുമൺ ആയിരുന്നു ആരെന്ന് പറയുന്നത്, കുയിലി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഒരു വാരിയറിനെ പോലാണ് ഇവർ ഡ്രസ്സ് ചെയ്തിരുന്നത്. സാരിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. ആൻഡ് ബാറ്റിലൊന്നും സാരി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലല്ലോ, അല്ലേ? അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ കുയിലിയെ പോലുള്ള സ്ത്രീകൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വാരിയർ ഡ്രസ്സസ് ആണ് അവരിടുന്നത്, വാരിയർ ഡ്രസ്സാണ് അവർ ധരിക്കുന്നത്. സാരി കാരണം ആ സമയത്ത് സാരി കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നതെങ്കിലും ആ ബാറ്റിലിൻ്റെ സമയത്തൊന്നും അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു. അപ്പോൾ വേറെ നമ്മൾ കൾച്ചറൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ഈ ആമസോൺ കാടുകളിൽ അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ മെസപ്പൊട്ടേമിയൻ ആ സിവിലൈസേഷൻ്റെ സമയത്തൊക്കെ സ്ത്രീകൾ ലെതർ ആർമർ, അതായത് പടച്ചട്ട പോലുള്ള ക്ലോത്ത്സും അതൊക്കെയായിരുന്നു ഇട്ട്, ടൈറ്റ് ക്ലോത്ത്സ് ഒക്കെ ഇട്ടായിരുന്നു ഫൈറ്റ് ചെയ്തിരുന്നത്. സോ അവർ ആ യൂഷ്വൽ ഇമേജ് ഓഫ് സ്ത്രീകളുടെ ആ ഒരു യൂഷ്വൽ ഇമേജ് ബ്രേക്ക് ചെയ്തവരാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഇവർ പറയുന്നത്. അപ്പം കുയിലിയെ കുറിച്ചാണ് ഇവരിവിടെ സംസാരിച്ചത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓൾഡ് പോവംസിനകത്തും റെക്കോർഡ്സിനകത്തും കേരളത്തിലെ ഓൾഡ് കവിതകളിനകത്തും ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ സിമ്പിൾ ക്ലോത്ത്സ് ആണ് മോസ്റ്റ്ലി ധരിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് റിച്ച് പീപ്പിള് ഒരുപാട് നല്ല ക്ലീനർ ക്ലോത്ത്സ് അവർക്കുണ്ടായിരിക്കും. ആൻഡ് ഡ്യൂറിങ് കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് ലോവർ കാസ്റ്റ് പീപ്പിളിനെ ഡേർട്ടി ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തു. പക്ഷെ നേരത്തെ, അതായത് അതിന് മുന്നേ അങ്ങനൊന്നും അല്ലായിരുന്നു സ്ഥിതി എന്നാണ് ഇവർ പറയുന്നത്. റിച്ച് പീപ്പിളിന് ക്ലീനർ ബെറ്റർ ക്ലോത്ത്സ് ഉണ്ട്, പുവർ പീപ്പിളിന് ബേസിക് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് അവർ ധരിച്ചുകൊണ്ടിരുന്നത്. ക്ലെൻലിനെസ് പോലും കാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരുന്നു. ഇപ്പം ദളിത് വുമണിന്, അതായത് നമ്മളിപ്പോൾ വേറെ സ്റ്റോറീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദളിത് വിമണിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഫോക്ക് സോങ്സിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൊളോണിയൽ ടൈംസ് ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി ലോവർ കാസ്റ്റ് ആളുകൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് വരാൻ തുടങ്ങി. അതായത് ക്ലെൻലിനെസ് പോലും ക്ലോത്ത്സ് പോലും അല്ലെങ്കിൽ ക്ലെൻലിനെസ് പോലും കാസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നൊരിത് വന്നു. അതായത് പുവർ പീപ്പിൾ ആണെങ്കിൽ പന്ന ക്ലോത്ത്സ് ഇടും എന്നുള്ള രീതിയിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് റൂളിൽ വ്യവഹാരമാല, അത് കേരളത്തിൻ്റെ വേർഷൻ ഓഫ് മനുസ്മൃതിയാണ് കേട്ടോ. വ്യവഹാരമാല എന്നുള്ള ആ ഒരു ബുക്കിനകത്ത് സ്ട്രിക്റ്റ് റൂൾസ് അപ്പോൾ ഉണ്ടായിരുന്നു ക്ലോത്ത്സിനെ കുറിച്ച്, ആരൊക്കെ എന്തൊക്കെ ധരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്യൂരിറ്റി, മൊറാലിറ്റി, ക്ലോത്തിങ് ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് മാറി. ഈ ബുക്കിനകത്ത് ഇതിനെക്കുറിച്ചൊക്കെ റൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂഡിറ്റിയെക്കുറിച്ചുള്ളയും റെസ്പെക്റ്റിനെ കുറിച്ചുള്ള ഐഡിയാസും എല്ലാം ചേഞ്ച് ആയി. അപ്പോൾ ഈ ചേഞ്ചസ് എല്ലാം എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ക്ലോത്തിങ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല, അതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് നമുക്കും അറിയാം ഫാഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഫിക്സ്ഡ് ആണോ അല്ല. പണ്ടത്തെ ഫാഷനാണ് ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോഴത്തെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ക്ലോത്തിങ് നോക്കുമ്പോൾ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ബ്രിട്ടീഷ് ഇറയുടെ സമയത്ത് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്തിങ്ങും ബോഡി ബിഹേവിയറും ഭയങ്കര സ്ട്രിക്റ്റർ ആയിരുന്നു ആ സമയത്ത്. ഡീസൻറ്റ് ഇൻഡീസൻറ്റ് എന്താണെന്നുള്ളതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് ചേഞ്ച് ആവാൻ തുടങ്ങി. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, ഏതാണ് ഡീസൻറ്റ് ക്ലോത്ത്സ് ഏതാണ് ഇൻഡീസൻറ്റ് ക്ലോത്ത്സ് ഒന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല നമുക്കിപ്പം. അപ്പോൾ ക്ലോത്തിങ് റൂൾസ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ദെൻ പിന്നീട് നമ്മുടെ പോഡ്കാസ്റ്റർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ റെനസൻസ് പീരീഡ്, അതായത് നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റങ്ങളൊക്കെ വന്നു, കാസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ ആളുകൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലീഡേഴ്സൊക്കെ വന്നു. അപ്പോൾ കാസ്റ്റ്, ജെൻഡർ ആൻഡ് ക്ലോത്തിങ് പൊളിറ്റിക്സ് ഡ്യൂറിങ് റെനസൻസ് പീരീഡ് അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുവാണ്. ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ചുറിയിലെയാണ് നമ്മൾ നവോത്ഥാനം പീരീഡ് എന്ന് കേരളത്തിനെ പറയുന്നത്, റെനസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോത്തിങ് ആ സമയത്ത് ഒരു പവർഫുൾ സിമ്പിളായിരുന്നു. ഈ കല്ലുമാല സമരം, അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരം, മൂക്കൂത്തി സമരം, പിന്നെ അതുപോലെ തന്നെ അയ്യങ്കാളി പോലെയുള്ള പിന്നെ ലീഡേഴ്സിൻ്റെ ആക്ടിവിസം, ഇതെല്ലാം ആ ഒരു ക്ലോത്തിങ്ങിനെ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ സമയത്ത് സംഭവിച്ചു, ഒരു കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ പോലെ. അപ്പോൾ അപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് ചോദിക്കുകയാണ് മാളവികയുടെ അടുത്ത് ആ സമയത്തുള്ള ക്ലോത്തിങ് റൂൾസ് എന്തൊക്കെയായിരുന്നു. അപ്പം കേരളത്തിൻ്റെ റിഫോം ഇറയായിരുന്നു ഈ ഒരു നവോത്ഥാനം പീരീഡ് എന്ന് പറയുന്നത്. വലിയ വലിയ മാറ്റങ്ങൾ വരുമായിരുന്നു, നല്ല നല്ല മാറ്റങ്ങൾ വരുന്ന സമയമായിരുന്നു. അപ്പോൾ ക്ലോത്തിങ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെ അതങ്ങ് മാറി. പൊളിറ്റിക്കൽ ഇഷ്യൂ ഇൻ ദ സെൻസ് ഗവൺമെൻറ് ഇടപെട്ടു എന്ന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് സംതിങ് ഈസ് പൊളിറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് തിങ് ഇസ് ഡിസ്കസ്ഡ് ഓപ്പൺലി ഇൻ എ പബ്ലിക് സ്പേസ്, അതാണ് പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടെ. അപ്പം
അപ്പം ഇവിടെ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധരിക്കേണ്ടത് എന്താണെന്നും ധരിക്കേണ്ടതല്ല എന്താണെന്നും ഒക്കെ തീരുമാനിക്കാൻ തുടങ്ങി. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മുടെ പോഡ്കാസ്റ്റർ സംസാരിക്കുന്നത് ഇവരുടെ അടുത്ത്, മാളവികയുടെ അടുത്ത്. ആൻഡ് മാളവിക എഗ്രി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇറ എന്ന് പറയുന്നത് റീഫോമിംഗ് ഇറ എന്നാണ് പറയുന്നത്. ഈ നവോത്ഥാന കാലഘട്ടത്തിൽ എസ്പെഷ്യലി സ്ത്രീകൾ, അതുപോലെ തന്നെ യൂറോപ്യൻ റിനസൻസിന്റെ സമയത്ത് ജോആൻ കെല്ലി എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വർക്കിനെ കുറിച്ചൊക്കെ ഇവരിവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് വെയർ മെൻ ഗെയിൻഡ് ഫ്രീഡം ബട്ട് വിമൻ വെയർ പുഷ്ഡ് ഇൻഡോർസ് ടു പ്രൊട്ടക്ട് ഫാമിലി ഓണർ. അപ്പോൾ മാളവിക പറയുന്നതെന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ ഹാപ്പൻ ചെയ്തു. അപ്പർ കാസ്റ്റ് വിമൻ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഫാമിലിയുടെ സോഷ്യൽ ഇമേജ് ഇൻടാക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി അവരെപ്പോഴും അകത്തിരുന്നു, ആണുങ്ങൾ വെളിയിൽ ഇറങ്ങുമായിരുന്നു. എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് പല ബന്ധങ്ങളും, ആണുങ്ങൾ സൊസൈറ്റിയിൽ ഇങ്ങനെ നടന്നിറങ്ങുമ്പോൾ ഈ സ്ത്രീകൾ അപ്പർ കാസ്റ്റ് വിമൺ എന്ത് ചെയ്യണം, വീട്ടിനകത്ത് തന്നെ അടച്ചിരിക്കണം. കാരണം അവർ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ ഇല്ല പിന്നെ തറവാട്ടിലെ പേര് പോയി നശിച്ചു എന്നൊക്കെയുള്ളൊരു ഇത് വരും. അമ്പലത്തിലോ ഒക്കെ പോകാനാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവരെ വെളിയിൽ ഇറക്കുന്നത്, അല്ലാതെ അവർക്ക് ഒരു ഇതില്ല. അത് ഫാമിലിയുടെ ഓണറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് റെനസൻസിൻ്റെ സമയത്ത് ആണുങ്ങൾക്ക് കൂടുതൽ ഇത് കിട്ടുകയും പെണ്ണുങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ഹാർഡർ ആവുകയും ചെയ്തു. എസ്പെഷ്യലി അപ്പർ കാസ്റ്റ് വിമൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഫാമിലി ഓണർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് എപ്പോഴും വീട്ടിനകത്ത് കയറി ഇരിക്കേണ്ടി വന്നു. ഇനി മാളവിക പോയിന്റ് ഔട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇതേ എക്സ്പീരിയൻസ് അല്ല. റെനസൻസിൻ്റെ സമയത്ത് ദളിത് അല്ലെങ്കിൽ ബഹുജൻ സ്ത്രീകളുണ്ടല്ലോ, ഈ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ചലഞ്ചസ് ആയിരുന്നു ഈ നമ്പൂതിരി നായർ സ്ത്രീകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പർ കാസ്റ്റ് വിമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തറവാട്ടിനകത്ത് ഒളിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു. അവരതിനകത്ത് ട്രാപ്ഡ് ആണെങ്കിൽ ദളിത് വിമൺ എന്ന് പറയുന്നത് ഓൾറെഡി വർക്കിംഗ് ആണ്, അവർക്ക് ജോലിക്ക് പോയേ പറ്റൂ, അവർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ വിസിബിൾ ആണ് എല്ലാ കാര്യത്തിലും. അന്ന് വെച്ചാൽ അവർ ഫ്രീഡം കിട്ടിയെന്നോ അല്ലെങ്കിൽ അവർക്ക് റെസ്ട്രിക്ഷൻസ് കുറവാണെന്നോ അല്ല. അവർ വെളിയിലിറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആണുങ്ങൾ ഉപദ്രവിക്കാൻ ചെല്ലുന്നു, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയുന്നു, അവരെ കണ്ടെന്നും പറഞ്ഞ് അടിക്കുന്നു, അവരെ തൊട്ടുവെന്നും പറഞ്ഞ് പിന്നെ അടിക്കുന്നു, അല്ലെ അവർ വെള്ളം തൊട്ടെന്ന് പറയുന്നു, അവർ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആ ഒരു സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. ദളിത് വിമൺ ഫ്രീ ആണെന്നല്ല പറഞ്ഞത്, അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് എന്ത് ചെയ്യാണ്, പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കണം, അവരുടെ വീട് കൊണ്ടുപോകണം. അപ്പം എന്ത് ചെയ്യും, ചില വീടുകളിൽ ചിലപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചായിരിക്കും ജോലിക്ക് ഇറങ്ങുന്നത്. അവർക്ക് ജോലി ചെയ്യാതെ ഒരു ദിവസം തള്ളി നീക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവർക്ക് ജീവിക്കാം, അവർക്ക് ഫുഡ് വേണമല്ലോ, ഫുഡ് ആൻഡ് ക്ലോത്തിങ് വേണം, ഫുഡ് വേണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അവരെ അങ്ങനെയുള്ള സ്ത്രീകളെയും മോറലി ഇവരെല്ലാവരും ജഡ്ജ് ചെയ്യും. അതായത് പിന്നെ എന്താ പറയുക, മോറലി ജഡ്ജ് ചെയ്യാനായിട്ട് ആളുകൾ റെഡിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു എന്ന് പറയുവാണ്. ദെൻ സം ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് സജസ്റ്റ് ദാറ്റ് ദളിത് വിമൻ എന്ന് പറയുന്നത് മൊറാലിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഫ്രീഡത്തിൻ്റെ കാര്യത്തിലോ അവരൊട്ടും കൺസേൺഡ് അല്ലായിരുന്നു. അതായത് അവരെ ഇങ്ങനെ ആക്ഷേപം പറയുന്നു അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം ഇല്ല എന്നുള്ള കാര്യമേ അവരെ കൺസേൺ ആക്കിയില്ല. പക്ഷേ മാളവിക ഈ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്യുന്നു. അവർ പറയുന്നതെന്ന് വെച്ചാൽ ഓൾഡർ ടെക്സ്റ്റിനകത്തൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ദളിത് വിമൻ ഭയങ്കര ഹാർഷായിട്ട് ഇവരെ ജഡ്ജ് ചെയ്യുമായിരുന്നു. അതായത് അവർ ഹസ്ബൻഡ്സിനെ ചീറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ മോറലി അവർ പിന്നെ എന്താണ് പന്ന സ്ത്രീകളാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു എന്ന്, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ മൊറാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമൊന്നും കൺസേൺ അല്ല എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. അവരെയും മോറലി എന്ത് ചെയ്യുമായിരുന്നു, ആളുകൾ ജഡ്ജ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ ട്രിപ്പിൾ ഡിസ്ക്രിമിനേഷനാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ കാസ്റ്റിൻ്റെ ഉണ്ട്, ക്ലാസിൻ്റെ ഉണ്ട്, ജെൻഡറിൻ്റെയും ഡിസ്ക്രിമിനേഷൻ ഇവർ ഫേസ് ചെയ്തിരുന്നു. ദെൻ മാളവിക പറയുന്നതെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ മിഷണറീസ് ഈ ദളിത് ബഹുജൻ ആളുകളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു ഈ മൊറാലിറ്റിയുടെ കാര്യത്തിലും ക്ലോതിങ്ങിൻ്റെ കാര്യത്തിലും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ന്യൂഡിറ്റി, ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ അതൊക്കെയെന്ന് വെച്ചാൽ അങ്ങ് പതുക്കെ മാറാൻ തുടങ്ങി മിഷണറീസ് വന്നപ്പോൾ. മിഷണറീസ് വന്ന് എന്തിനാണ്, ടു സ്പ്രെഡ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ റിലീജിയൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നത്. സോ അവരുടെ വരവോടുകൂടി കുറച്ച് ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതായത് എന്താണ് മോറൽ ക്ലോത്തിങ്, ഏതാണ് നല്ല ഡ്രസ്സ്, ചീത്ത ഡ്രസ്സ്, അതിനൊക്കെ ഒരു വ്യത്യാസം വരാൻ തുടങ്ങി. ആ ഒരു ഡിഫറൻസസ് ഒക്കെ മാറാൻ തുടങ്ങി. ആൻഡ് വെൻ ദളിത് വിമൻ പ്രൊട്ടസ്റ്റഡ് ഫോർ ദിയർ റൈറ്റ് ടു വെയർ ക്ലോത്ത്സ്, പിന്നെ എന്താണ് അവർ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റൊക്കെ നടത്തിയത്. അവരെ അറ്റാക്ക് ചെയ്യാം, റേപ്പ് ചെയ്യാം, അവരുടെ വീടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബേൺ ചെയ്യാം. പക്ഷേ മോസ്റ്റ് ഹിസ്റ്ററി എന്താണ്, എല്ലാവരും മെയിൽ ലീഡേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അയ്യങ്കാളി അല്ലെങ്കിൽ വേലായുധ പണിക്കർ പോലുള്ള മെയിൽ ഹിസ്റ്റോറിയൻസിനെയാണ്, അല്ലെങ്കിൽ ഇവരൊക്കെയാണ് മെയിൽ ലീഡേഴ്സൊക്കെയാണ്, ഇവരൊക്കെ മാത്രമേ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള പേരാണ് എപ്പോഴും വരുന്നത്. പക്ഷേ സ്ത്രീകളും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ സാക്രിഫൈസസ് ആരും അക്സെപ്റ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ സ്റ്റോറീസ് ഇഗ്നോർ ചെയ്തിരുന്നു ഹിസ്റ്ററി. ദെൻ മാളവിക പറയുന്നത് പീപ്പിൾ ജസ്റ്റ് അസ്യൂം ദാറ്റ് ഈ സ്ത്രീകൾ ഈ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾ പറഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ലീഡേഴ്സിനെ കണ്ട് അഡ്മയർഡായി ഇവർ ജോലി ചെയ്തു എന്നാണ്, ഈ പ്രൊട്ടസ്റ്റിനൊക്കെ ഇറങ്ങിയെന്നാണ് ഇവർ ഒരു വെപ്പ്. പക്ഷേ അങ്ങനല്ല, സ്ത്രീകൾ ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സ്ട്രെങ്ത്തും അവെയർനെസ്, അവർക്കൊരു സ്വയം ഒരു ബോധം ഉണ്ടായിരുന്നു, അവർക്ക് സ്ട്രെങ്ത് ഉണ്ടെന്ന് അവർക്കൊരു
ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരിതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. അല്ലാതെ ആണുങ്ങളെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ആണുങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. അവർ പൊളിറ്റിക്കലി സ്മാർട്ടായിരുന്നു അവരുടെ ചോയ്സസിൽ. ഓക്കെ, അതുകൊണ്ടാണ് അവർ ഈ ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങി തിരിച്ചതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത രേഖയുമായിട്ടുള്ള ടോക്കാണ്. രേഖ പറയുന്നത് വെച്ചാൽ മെയിൻ സ്ട്രീം ഫെമിനിസം ഒന്നുമില്ല. ഫെമിനിസം എന്ന് പറയുന്നത് റോങ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നൊരു കാര്യമുണ്ട്. വിമൻ വെയർ ഓൺലി റിഫോംഡ് ബൈ മെൻ ഡ്യൂറിങ് ദ റെനസൻസ്. അതായത് സ്ത്രീകളെ മാറ്റിയെടുത്തത് ആണുങ്ങളാണ് റെനസൻസ് പീരീഡിൽ നിന്നാണ് പറയുന്നത്. ദളിത് മൂവ്മെന്റ് ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളായിരുന്നു കൂടുതൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അവർ വെറുതെ ചുമ്മാ പുറകെ നടന്ന അല്ലെങ്കിൽ ആണുങ്ങളുടെ പുറകെ ഇങ്ങനെ പാസീവായിട്ട് നടന്ന ഫോളോവേഴ്സ് മാത്രമല്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ, പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് മോസ്റ്റ്ലി വിമൺ ആയിരുന്നു. ആൻഡ് അയ്യങ്കാളി പോലുള്ള ലീഡേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ദളിത് മൂവ്മെൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഡീപ്പായിട്ട് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലെന്നാണ് പറയുന്നത്. അല്ലാതെ വെറുതെ ആണുങ്ങൾ മെയിൻ ലീഡേഴ്സിനെ ഫോളോ ചെയ്ത് നടക്കുമല്ലായിരുന്നു അവർ. ആൻഡ് ഓൾസോ രേഖ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ബിലീവ്സ് ദാറ്റ് ഈ മെൻസ് ആൻഡ് വിമൻസ്, അതായത് ആണുങ്ങളുടെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, പെണ്ണുങ്ങളുടെ മൂവ്മെൻറ്റ് എന്തായിരുന്നു, അതൊന്നും ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. എസ്പെഷ്യലി കാസ്റ്റ് ബേസ്ഡ് സ്ട്രഗിൾസ്. ഒറ്റക്കെട്ടായിട്ട് കളക്റ്റീവായിട്ട് നമ്മൾ ഈ മൂവ്മെൻറ്റിനെയൊക്കെ നോക്കിയാലേ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലാതെ ആണുങ്ങൾ കാസ്റ്റിന് വേണ്ടി പിന്നെ കാസ്റ്റ് ഇഷ്യൂസിന് വേണ്ടി ഫൈറ്റ് ചെയ്തു, പെണ്ണുങ്ങൾ കാസ്റ്റ് ഇഷ്യൂസിന് വേണ്ടി ഫൈറ്റ് ചെയ്തു, അങ്ങനെ നമ്മൾ ഒരിക്കലും നോക്കരുത്. എല്ലാവരും ടുഗദറായിട്ട് ഫൈറ്റ് ചെയ്തു എന്നാണ് പറയേണ്ടത്. പിന്നെ ക്ലോതിങ് സ്ട്രഗിൾസ്, അതായത് ഈ ചാന്നാർ വിമണിന് ശരിക്കും പറഞ്ഞാൽ അപ്പർ ബോഡി ക്ലോത്ത്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അത് പിന്നെ മൊറാലിറ്റിക്കോ മോഡസ്റ്റിക്കോ വേണ്ടിയല്ല, അവർ ഈക്വാലിറ്റിക്ക് വേണ്ടിയാണ് അതവർ ഫൈറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് അപ്പർ കാസ്റ്റ് സ്ത്രീകൾ മാറുമറിച്ചായിരിക്കുമല്ലോ നടക്കുന്നത്, അവരെ പോലെ എനിക്കും നടക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്കും നടക്കണം, ആ ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടിയാണ് ഇവരും ഫൈറ്റ് ചെയ്തത്. അല്ലാതെ നാണം ആലോചിച്ചോ അല്ലെങ്കിൽ അയ്യോ അവർ കണ്ടാൽ എന്തോ പറയുമെന്ന് വിചാരിച്ചോ അല്ല അവർ ഈ അപ്പർ ബോഡി പിന്നെ കവർ ചെയ്യണമെന്ന് പറഞ്ഞ് ഫൈറ്റ് നടത്തിയത് ആ സ്ത്രീകൾ. പക്ഷേ ഇവർ ഇക്വാളിറ്റി ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ള എല്ലാവരും അൺകംഫർട്ടബിൾ ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അതിൽ അസ്വസ്ഥരായി കൂടെ നിന്നവർ പോലും പിന്നെ തിരിയാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പ്രോപ്പർ ക്ലോത്ത്സ് ധരിക്കുക എന്നുള്ള ആ ഒരു ആവശ്യം, ആ ഒരു അവകാശം എന്ന് പറയുന്നത് ദളിത് കമ്മ്യൂണിറ്റിയിലും ഈക്വലായിട്ടല്ല റീച്ച് ചെയ്ത്. ഫോർ എക്സാമ്പിൾ, പുലയ സ്ത്രീകൾക്ക് പിന്നെന്താണ് ചാന്നാർ വിമൺ ഈ ഒരു റൈറ്റ് നേടിയെടുത്തല്ലോ, അവകാശം നേടിയെടുത്തു അപ്പർ ബോഡി കവർ ചെയ്യാൻ. അതിനും ഒരു 100 വർഷം കഴിഞ്ഞിട്ടാണ് പുലയ സ്ത്രീകൾക്ക് ഈ ഒരു ഇത് കിട്ടിയത്, ഈ ഒരു അവകാശം കിട്ടിയത്. അപ്പോൾ ജസ്റ്റിസ് എല്ലാവർക്കും ഒരേപോലെ അല്ല കിട്ടിയത്, അത് സ്ലോ ആയിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദളിത് ഗ്രൂപ്പ്സിൽ പോലും എല്ലാവർക്കും ഒറ്റയടിക്ക് കിട്ടിയില്ല ഈ ഒരു അവകാശം, റൈറ്റ് എന്ന് പറയുന്നത്, റൈറ്റ് ടു കവർ ദി അപ്പർ ബോഡി എന്ന് പറയുന്നത്. ഒരുമിച്ചല്ല വന്നത്, പതുക്കെയാണ് എല്ലാവർക്കും ഈ ഒരു അവകാശം കിട്ടിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ക്ലോതിങ്ങിന് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റുകൾ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. കാരണം കല്ലുമാല സമരത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വെപ്പൺസ്, അതായത് അരിവാളൊക്കെ ആ സമയത്ത് കണ്ടുകിട്ടിയെന്നാണ് പറയുന്നത്. ബിക്കോസ് അവർക്ക് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഈവൻ ആ ഒരു ലിറ്ററലി അവർക്ക് അത് വയലൻ്റ് ആയിട്ടൊരു പ്രൊട്ടസ്റ്റ് തന്നെ ആയിരുന്നു. അരിവാളൊക്കെ വെച്ചിട്ടായിരുന്നു ഇവർ ഫൈറ്റ് ചെയ്തിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ബെയർ ബ്രസ്റ്റഡ്നെസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ അതായത് അപ്പർ പാർട്ട് കവർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അപ്പർ കാസ്റ്റ് വിമൺ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ റെസ്പെക്ട് ചെയ്യും. പക്ഷേ ദളിത് വിമൺ, ഞാൻ നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്, അപ്പർ കാസ്റ്റ് വിമണിലും ചില സ്ത്രീകൾ, അതായത് ഈ അപ്പർ കാസ്റ്റിലുള്ള സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം ചിലർക്കില്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ നടന്നാൽ അവരെ റെസ്പെക്ട് ചെയ്യും. പക്ഷേ അതേ നേരെ മറിച്ച് ദളിത് വിമൺ ആണ് ഇങ്ങനെ ബ്രസ്റ്റ് മറയ്ക്കാതെ നടക്കുന്നുണ്ടെങ്കിൽ അവരെ സെക്ഷുവലൈസ് ചെയ്യും, അല്ലെങ്കിൽ ഇവരെ റേപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമായിരുന്നെന്നാണ് പറഞ്ഞു വരുന്നത്. അതിലും പോലും എന്തുണ്ട് ഡിഫറൻസ്, ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു കാസ്റ്റിൻ്റെ കാര്യത്തിൽ. ഇന്ത്യയിൽ ബോഡി എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ ആണ് ഇംപ്യുവർ ആണെന്ന് പറയും. സവർണ വിമൻ, അതായത് അപ്പർ കാസ്റ്റ് വിമൻ എന്ന് പറയുന്നത് എന്താണ്, അവർ റൂൾസ് ബ്രേക്ക് ചെയ്ത് അവർ ഇംപ്യുവർ ആണെന്ന് പറയുന്നത്. അതായത് ഇപ്പം തറവാട്ടിൽ നിന്നൊന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ അയ്യോ നശിച്ചു പോയി എന്നൊക്കെയുള്ളൊരു സംസാരമാണ് അവർക്കുള്ളത്. ദളിത് വിമൻ്റെ കാര്യം അങ്ങനല്ല, അവർ ജനിക്കുമ്പോഴേ ഇംപ്യൂർ ആണെന്ന് പറഞ്ഞിട്ടാണ് അവരെ പറയുന്നത്. അപ്പം സ്ട്രഗിൾ ഫോർ പ്രോപ്പർ ക്ലോതിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാളിറ്റിക്ക് വേണ്ടിയും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ വേണ്ടിയുള്ളൊരു സ്ട്രഗിളും കൂടിയായിരുന്നു, അതൊരു ഫൈറ്റും കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അയ്യങ്കാളി അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ പോലെയുള്ള സോഷ്യൽ റിഫോമേഴ്സ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റുകൾ മാത്രമല്ല ലീഡ് ചെയ്യുന്നത്, അവർ സെൽഫ് റെസ്പെക്റ്റും കൂടിയാണ് അവർ എൻകറേജ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അയ്യങ്കാളി ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ അടുത്ത് ക്ലോത്ത്സ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിടൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, എഡ്യൂക്കേറ്റഡ് ആവൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പൊയ്കയിൽ അപ്പച്ചൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംസ് ഒക്കെ ക്ലീൻ ചെയ്തു, ഹൈജീൻ എന്താണെന്ന് അവരെ പഠിപ്പിച്ചു. അപ്പോൾ കമ്മ്യൂണിറ്റി എഫേർട്സ് ആണ് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈക്വാലിറ്റി അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് വേണമെന്ന് പഠിപ്പിച്ച ആളുകളാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, ദെൻ
അപ്പോൾ എഡ്യൂക്കേഷനും സെൽഫ് കെയറും കോൺഫിഡൻസും കൂടിയാണ് ഇവരെ പോലുള്ള ആളുകൾ പഠിപ്പിച്ചു കൊടുത്തത്. ആൻഡ് സിൻസ് 2000 ആയപ്പോഴാണ് ദളിത് വിമൺ എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്. ദളിത് വിമൺ അവരുടെ സ്റ്റോറീസ് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ 2000 ഓൺവേർഡ്സ് ആണ്. അതായത് അവർ ബുക്ക് എഴുതുന്നു, അവർ ഇന്റർവ്യൂസിൽ കാര്യങ്ങൾ പറയുന്നു, അല്ലേ, പല രീതിയിൽ അവരുടെ സ്റ്റോറീസ് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് തന്നെ 2000 ഓൺവേർഡ്സ് ആണ്. അപ്പം ഹിസ്റ്ററിയെ ഇവരുടെ ഒരു ഹിസ്റ്ററിയെ നമ്മൾ പുതിയ ലൈറ്റിലാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. അവരുടെ സഫറിങ് മാത്രമല്ല, അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് തിങ്കിങ്ങും പിന്നെ അവരുടെ ആ ഒരു ഫൈറ്റിന്റെ റിയൽ റീസൺസും നമ്മൾ അപ്പം തൊട്ടാണ് അറിഞ്ഞു തുടങ്ങിയത്. ദളിത് വിമനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഹെൽപ്ലെസ് ആയിട്ടാണ്. പക്ഷേ അവരുടെ ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞപ്പോൾ തൊട്ടാണ് അവർ സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. ഓക്കെ, ദെൻ പിന്നീട് പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് ഓൾഡ് കേരളയിലെ ഒരു കണ്ടീഷനെ കുറിച്ച് പറയുവാണ്. ദളിത് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് വിമണിന് അവർക്ക് ബ്രസ്റ്റ് മറയ്ക്കാൻ ടാക്സ് കൊടുക്കണമായിരുന്നു. അതാണ് മുലക്കരം എന്ന് പറയുന്നത്. ആൻഡ് ഇവർ ഈ ടാക്സ് പേ ചെയ്തില്ലെങ്കിൽ അവരുടെ ബ്രസ്റ്റ് മ്യൂട്ടിലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ആളുകൾ വന്ന് മ്യൂട്ടിലേറ്റ് ചെയ്യും, ടാക്സ് പിരിക്കാൻ വരുന്നവർ. അതിനെയാണ് നമ്മൾ മുലക്കരം എന്ന് പറയുന്നത്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് നങ്ങേലി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. അതായത് എന്താണ് മുലക്കരം എന്ന് നമ്മുടെ പോഡ്കാസ്റ്റർ മാളവികയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മാളവിക പിന്നീട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുലക്കരം എന്താണെന്നുള്ളത്, ബ്രസ്റ്റ് ടാക്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ് മുലക്കരം എന്ന് പറയുന്ന ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതൊരു കൈൻഡ് ഓഫ് പോൾ ടാക്സ് ആയിരുന്നു. ദളിത് വിമണിന് മുകളിൽ ഉണ്ടായിരുന്നൊരു ടാക്സ് ആയിരുന്നു. അത് ട്രാവൻകൂർ ആണ്, അത് തിരുവിതാംകൂർ ആയിരുന്നു ഇത് ഇമ്പോസ് ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് അത് ബ്രസ്റ്റ് കവർ ചെയ്യുന്നതിൽ മാത്രമായിരുന്നില്ല പ്രശ്നം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ആണുങ്ങൾക്ക് തലക്കരം എന്ന് പറഞ്ഞൊരു ഹെഡ് ടാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ് മുലക്കരം എന്ന് പറഞ്ഞൊരു ടാക്സും കൂടി ഉണ്ടായിരുന്നു. അതായത് ഓരോ ബോഡി പാർട്സിന് വെച്ചിട്ടായിരുന്നു ടാക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. കവറിങ് ബ്രസ്റ്റിന് മാത്രമല്ല വേറെയും കാര്യങ്ങൾക്കും ടാക്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ബോഡി കവർ ചെയ്യുന്നതിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ടാക്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെന്താണ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ്റെയും ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സ്റ്റേറ്റിൻ്റെ കൺട്രോളിൻ്റെയൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരാളെ ബോഡി മറക്കണോ വേണ്ടതെന്ന് പോലെ അവരാണ് തീരുമാനിച്ചിരുന്നത്. അതാണ് റിയൽ ഇഷ്യൂ. ഇനി ട്രാവൻകൂർ സ്റ്റേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ഐഡൻറ്റിറ്റിയുടെയും പേരിലാണ് ആളുകൾക്ക് ടാക്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇതാണ്, ലോവർ കാസ്റ്റ് ബോഡീസ് ഇമ്പ്യൂർ ആണെന്നും. അപ്പോൾ അത് പിന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ആ സമയത്ത് സ്റ്റേറ്റ് എന്ത് ചെയ്തു, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഓക്കെ, അത് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ രീതിയിലാണ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. കാരണം ടാക്സ് പിരിക്കാൻ വേണ്ടി ആളുകൾ വീട്ടിൽ പോകുന്നു, അത് ചെയ്തില്ലെങ്കിൽ ലീഗലായിട്ട് ആക്ഷൻ എടുക്കും എന്ന് വെച്ചാൽ വെട്ടിക്കളയും എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണ് മിത്ത് ഓഫ് നങ്ങേലിയുടെ ആ ഒരു മിത്ത് വരുന്നത്. അതായത് ആ ഒരു സ്ത്രീ ബ്രസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് അവർ മരിക്കുവാണ് ആ സമയത്ത്. അത് ഭയങ്കര പോപ്പുലറായിട്ട് ഓൺലൈനിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് വലിയ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നും ഇല്ലെന്നാണ് ഈ മാളവിക ബെന്നി പറയുന്നത്. അതൊരു മിത്താണെന്നും പറയുന്നുണ്ട്. അത് ആളുകളുടെ ദേഷ്യം കൊണ്ട് ആളുകൾ കാസ്റ്റ് ഇൻജസ്റ്റിസിനെതിരെ ഒരു കഥ ഉണ്ടാക്കി എടുത്തു എന്നാണ് പറയുന്നത്. അത് അല്ലാതെ റെക്കോർഡ്സിലൊന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. അപ്പം സ്റ്റോറി ഭയങ്കര പവർഫുൾ ആണ്, പക്ഷെ അത് റിയൽ അല്ലായിരിക്കാം എന്നും ഒരു ഐഡിയ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. പിന്നെ ഓൾസോ ഈ നങ്ങേലിയെ പോലുള്ള സ്റ്റോറീസൊക്കെ, ഇങ്ങനത്തുള്ള സ്റ്റോറീസ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓൺലൈനിലൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. ബിക്കോസ് അത് ഇമോഷണലാണ്, വിഷ്വലാണ്, സിമ്പിളാണ്. പക്ഷേ അത് റിയൽ ഹിസ്റ്ററിയെ ഓവർ സിംപ്ലിഫൈ ചെയ്യുവാണെന്നാണ് പറയുന്നത്. ആളുകൾക്ക് കാസ്റ്റ് എന്താണ്, സ്റ്റേറ്റിൻ്റെ ഒപ്രഷൻ എന്താണെന്ന് പറയുന്നതിന് പകരം എന്താ പറയുക, ഇതിനെ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ മാറ്റിയെടുക്കുന്നു എന്നാണ് പറയുന്നത് ആവശ്യമില്ലാതെ. ഇങ്ങനെയുള്ള സ്റ്റോറീസ് പടച്ചിടക്കി വിടുന്നവർ. ആൻഡ് ഓൾസോ ഷീ ആഡ്സ് ദാറ്റ് കാസ്റ്റിൻ്റെ റൂളിൻ്റെ സമയത്ത്, അതായത് ദളിത് ബോഡീസിനെ ഹെവിലി റെഗുലേറ്റ് ചെയ്തിരുന്നു. അതായത് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പോലും ഉണ്ടായിരുന്നു. മുലക്കരം എന്ന് പറയുന്നത് അതിനകത്തെ ആ ഒരു സിസ്റ്റത്തിലെ ഒരു ചെറിയ കാര്യം മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ലോവർ കാസ്റ്റ് പീപ്പിളിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു അവരുടെ ബോഡിയെ. അതാണ് ഈ മുലക്കരത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ബ്രസ്റ്റ് ടാക്സിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ ചില ആളുകൾക്ക് പബ്ലിക്കായിട്ട് ദേഷ്യം പോലും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ അപ്പർ കാസ്റ്റ് വിമൺ ദേഷ്യമോ വിഷമോ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ദളിത് വിമണാണ് അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരെ കളിയാക്കുകയോ അല്ലെ അവരെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ നങ്ങേലിയെ പോലുള്ള സ്ത്രീകളുടെ ഈ ഒരു സ്റ്റോറീസ് ആളുകൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു വിടുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതായത് ദളിത് വിമൻ്റെ റിയൽ എക്സ്പീരിയൻസ് പോലും ആളുകൾ ഇഗ്നോർ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ദേഷ്യപ്പെടാനോ കരയാനോ പോലുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു. ആൻഡ് ഇവർ മാളവിക പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹിസ്റ്ററിയെ നമ്മൾ എങ്ങനെ വേണം പറയാൻ, നമ്മൾ അതിൻ്റെ ട്രൂത്തിലും കോംപ്ലക്സിറ്റിയിലും ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു വോയിസ് കൊണ്ടുവരുന്ന രീതിയിൽ വേണം ഹിസ്റ്ററിയെ നമ്മൾ പറയാൻ. സിംപ്ലിഫൈഡ് സ്റ്റോറീസ് ആണെങ്കിൽ അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡ്രമാറ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു വിട്ടാൽ അതിൻ്റെ റിയൽ എഫേർട്ടും കാര്യങ്ങളും എല്ലാം ഈ ദളിത് വിമൺ ഫൈറ്റ് ചെയ്ത റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തങ്ങ് ഇൻവിസിബിളായി പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ദെൻ ഫൈനൽ സെക്ഷനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിത്തും നങ്ങേലിയുടെ സ്റ്റോറി പറയുന്നത് ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷേ ദളിത് സ്ത്രീകളുടെ ആക്ച്വൽ ഫൈറ്റിനെ കുറിച്ച് ഇവിടെ ആരും എന്താ പറയാത്തതെന്ന് ഇവർ ചോദിക്കുന്നു. റിയൽ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓർഗനൈസ് ചെയ്യുന്നു, അവർ മൂവ്മെൻറ്റുകൾ നടത്തുന്നു അല്ലേ, അതിനെക്കുറിച്ചൊന്നും എന്താണ് ദളിത് സ്ത്രീകൾ അങ്ങനത്തുള്ള സ്റ്റോറീസ് എന്താണ് പറയാത്തതെന്ന് ഇവർ ചോദിക്കുന്നു. അപ്പം നങ്ങേലിയുടെ മിത്ത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറയണ്ടേ എന്നാണ് ഇവർ ചോദിക്കുന്നത്. കളക്റ്റീവ് ആക്ഷനെക്കുറിച്ചും ദളിത് സ്ത്രീകൾ നടത്തിയ ആ ഒരു കൂട്ടായ്മയെക്കുറിച്ചൊന്നും ഇവർ പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. അപ്പം നങ്ങേലിയുടെ ആ ഒരു സ്റ്റോറിയിൽ മാത്രം ഒതുങ്ങി പോകരുത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അപ്പർ കാസ്റ്റ് മെൻ, അവരെയാണ് നമ്മൾ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് എന്താ പറയുക, സ്ത്രീകളെ, ഫെമിനിസ്റ്റുകളെ, അവർക്ക് മാത്രമാണ് എപ്പോഴും സ്പോട്ട് ലൈറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ അയ്യങ്കാളിയെ പോലുള്ള ആളുകൾക്കാണ് എപ്പോഴും സ്പോട്ട് ലൈറ്റ്, ആണുങ്ങൾക്കാണ് സ്പോട്ട് ലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലോതിങ് പ്രൊട്ടസ്റ്റ് ഒക്കെ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ വിമൺ ഉണ്ട്, ഇതിൻ്റെ പുറകിൽ സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും ആരും ഹിസ്റ്ററിയിൽ പറയുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ആക്ച്വലായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സോഷ്യൽ മൂവ്മെൻറ്റിൽ ഒരു ഏറിയ പങ്കും കൊണ്ടുവന്നത് സ്ത്രീകൾ തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ സിംഗിൾ മെയിൽ ലീഡേഴ്സ് മാത്രമല്ല, കളക്റ്റീവായിട്ട് സ്ത്രീകൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം ഹിസ്റ്ററി പക്ഷേ അപ്പർ കാസ്റ്റ് മെന്നിനെ അല്ലെങ്കിൽ സ്ത്രീകളെയാണ്, അപ്പർ കാസ്റ്റ് ഫെമിനിസ്റ്റുകളെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ദളിത് വിമൺ ആക്ടിവിസ്റ്റുകളെയൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂ ലീഡേഴ്സിനെ എല്ലാവരും ഇഗ്നോർ ചെയ്യുവാണെന്നാണ് പറയുന്നത്. മെനി ഫെമിനിസ്റ്റ് നെറേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും ക്ലോതിങ് പൊളിറ്റിക്സിനെ ജെൻഡർ ഇഷ്യൂ ആയിട്ട് മാത്രമേ കാണൂ. അതായത് നാണം മറയ്ക്കാനുള്ളൊരു കാര്യം, ഒരു സ്ത്രീയുടെ ബോഡി മറയ്ക്കാനുള്ളൊരു കാര്യം, അത് മാത്രമാണോ ക്ലോതിങ് എന്ന് പറയുന്നത്? അല്ല, ഒരാളുടെ ബോഡിയുടെ മുകളിലൊരു കൺട്രോൾ മറ്റൊരാളങ്ങ് ഏറ്റെടുക്കുക, അങ്ങനെ മറക്കരുത് എന്നങ്ങ് പറയുമല്ലേ. അപ്പോൾ അത് ജെൻഡർ ഇഷ്യൂ മാത്രമാണോ? അല്ല, അതിനകത്ത് വേറെയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ ഇതാരായി ടാക്സ് കൊണ്ടുവന്ന ബ്രസ്റ്റ് ടാക്സ്? ആ സമയത്ത് ട്രാവൻകൂർ, ആ സമയത്ത് തിരുവിതാംകൂർ അല്ലെങ്കിൽ ആ ഒരു ട്രാവൻകൂർ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഗവൺമെൻറ് ആണ് കൊണ്ടുവരുന്നത്. സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ റൂളേഴ്സിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു സ്റ്റേറ്റ് ഇഷ്യൂ തന്നെയാണല്ലോ. ബ്രസ്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ സ്ത്രീകളെ മോഡസ്റ്റിയോ അത് മാത്രമല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനുഷ്യനാണെന്നുള്ളതിൻ്റെ തെളിവോ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത കുറേ ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവരുടെ ഒരു സ്ട്രഗിൾ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രഗിളിനെ നമ്മൾ എല്ലാത്തിനെയും കൂട്ടായ്മ പോലെ വേണം കാണാൻ. കാസ്റ്റും ജെൻഡറും സ്റ്റേറ്റും ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു ഇതുപോലെ വേണം നമ്മളിതിനെ കാണാനെന്നാണ് പറയുന്നത്. അല്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ളൊരു ഇതിനായിട്ടല്ല അതിനെ കാണേണ്ടത്. ഓക്കെ, അപ്പം എല്ലാ ദളിത് വിമണും എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ളതും സ്പീക്കപ്പ് ചെയ്ത കാര്യവും ഓർഗനൈസ് ചെയ്ത കാര്യവും എല്ലാം നമ്മൾ തുറന്ന് പറയുക. കമ്മ്യൂണിറ്റി ലെവൽ സ്ട്രഗിൾസും ഈ പൊയ്കയിൽ അപ്പച്ചൻ്റെ കമ്മ്യൂണൽ ക്ലീനിങ്ങും പിന്നെ എഡ്യൂക്കേഷൻ ഡ്രൈവും ഡ്രസ് കോഡ് ഗൈഡൻസും എല്ലാം അതിനെക്കുറിച്ചും സംസാരിക്കുക. പിന്നെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റീസ് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുത്തത്, അത് ഭയങ്കര ലോങ് ആണെങ്കിലും പക്ഷെ അത് അവർ അച്ചീവ് ചെയ്തെടുത്ത കാര്യങ്ങളും, അതുപോലെ തന്നെ ദളിത് സ്ത്രീകളെ നമ്മൾ എന്താണ് വിക്ടിംസ് ആയിട്ടല്ല കാണേണ്ടത്, അവർ ഫൈറ്റേഴ്സായിട്ട് വേണം നമ്മൾ കാണാനെന്നുള്ളതുമൊക്കെയാണ് ഇവർ ഇതിനകത്ത് സംസാരിക്കുന്നത്. പിന്നെ സിൻസ് 2000 ഓൺവേർഡ്സ് എന്താണ് ദളിത് സ്ത്രീകൾ അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും എഴുതുന്നുണ്ട്. അപ്പം അപ്പർ കാസ്റ്റ് ആളുകൾ ഉണ്ടാക്കിയ കഥകളുണ്ടല്ലോ, ആ ഹിസ്റ്ററി കഥകൾ, അത് നമ്മൾ വേറെ രീതിയിൽ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് സത്യം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു വിഷൻ, ദളിത് സ്ത്രീകളുടെ വിഷൻ എന്താണെന്ന് നമ്മളിപ്പോഴാണ് മനസ്സിലാക്കി വരുന്നതെന്നാണ് പറയുന്നത്. അതുവഴി കേരളത്തിൻ്റെ പാസ്റ്റും പ്രസൻറ്റും എങ്ങനെയൊക്കെ മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റേത് ഇവർ തന്നെ ഹിസ്റ്ററി ഉണ്ടാക്കും, ഇവർ തന്നെ ഇവരുടെ ലൈറ്റിൽ ഇവർ ദളിത് സ്ത്രീകളുടെ കാര്യമൊന്നും പറയത്തില്ല, കുറച്ച് പേര് ഫൈറ്റ് ചെയ്തു, അങ്ങനെ കുറേ റൈറ്റ്സ് കിട്ടിയെന്നേ പറയത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്, ഈ ഒരു എസ്സേക്കകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്ലോതിങ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മാത്രമല്ല, കാസ്റ്റ്, ജെൻഡർ, ബോഡി, മൊറാലിറ്റി, സ്റ്റേറ്റ് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മുലക്കരം എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ മാത്രം ഒരു ടാക്സ് മാത്രമല്ല, ബോഡിയുടെ മുകളിൽ ഉണ്ടാക്കിയൊരു റെസ്ട്രിക്ഷൻ കൂടിയാണ്. ദളിത് വിമൻ പാസീവ് അല്ലായിരുന്നു, അവർ വിക്ടിംസ് മാത്രമല്ല, അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു, അവർ ഫൈറ്റ് ചെയ്തു, അവരൊരുപാട് വയലൻസും നേരിട്ടു എന്നുള്ള കാര്യമാണ് പറയുന്നത്.